വേറെ കറി എന്താ ഉള്ളേ? മുളക് കറി കൂട്ടി കഴിച്ചോളാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. കല്ലേൽ അരയ്ക്കാൻ പറ്റൂലായിരുന്നല്ലേ നിങ്ങൾക്ക്? എനിക്ക് കൈവേദനയാ. നീ കൂടുതൽ കൈ വേദനയൊന്നും കാണിക്കണ്ട കേട്ടോ. എനിക്കറിയാം, അഭിനയിക്കല്ലേ. കുറച്ച് മതി. ഞാൻ ഈ മുളക് കറിയും കൂട്ടി കഴിച്ചോളാം, പ്രശ്നം തീരുമല്ലോ. കഴിക്കണം, കഴിക്കാതെ പിന്നെ എന്താ ചെയ്യണേ? രാവിലെ ഇപ്പം ഞാൻ പഞ്ചസാര ഉണ്ടായിരുന്നോണ്ടാ പുട്ട് കഴിച്ചു. ഞാനൊക്കെ കിടന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. കിടന്നു പോയാൽ പിന്നെ ഞങ്ങളൊക്കെ പട്ടിണി കിടന്നിട്ടേ അങ്ങ് കഷ്ടപ്പെടും. ഓ മനുഷ്യൻ എന്തോന്ന് എരി തങ്ക ഇത്? ഈ കറി ഉണ്ടാക്കുമ്പോ ഒന്ന് എരിവ് നോക്കിട്ട് നിനക്ക് ഉണ്ടാക്കിക്കൂടെ? മനുഷ്യൻ വായിൽ വെച്ച് കഴിക്കേണ്ടത്. അത് ഞാൻ മേടിച്ച മുളക് പൊടിയല്ല. എന്ത് കുന്നായാലും അത് ഉണ്ടാക്കുമ്പോ നിനക്ക് ഇച്ചിരി ഒന്ന് എടുത്ത് എരിവ് നോക്കാം. അതിന് കളർ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എരിവ് കുറവായിരിക്കും ഓർത്ത് മുളക് പൊടി ഇട്ടു. ഇത് പുതിയ മുളക് പൊടി പാക്കറ്റ്. വയറിനകത്തോട് ചെന്നതുകൊണ്ട് ഇത് എരിഞ്ഞ് ചത്തുപോകും. ഒരു രീതി ഒരു കാര്യത്തിനും കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ എന്ത് ആർക്ക് സാരമല്ലെന്ന് എനിക്കണ്ട. സാരമല്ല പറഞ്ഞാൽ മതിയല്ല. ഓ ഏത് ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നീറുക. ഞാൻ അറിഞ്ഞില്ല ഇത്രയും മുളക് പൊടി ആവുന്നുള്ളത്. അതേ, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട. കല്ലേൽ അരച്ചെടുക്കാൻ തരാൻ പറഞ്ഞാൽ നിങ്ങൾ തരില്ല. ഓ ഞാൻ അരക്കണം അല്ലേ? ഞാൻ അരച്ചിട്ടേ നീ തിന്നോല്ലേ തന്നെ. തിന്നില്ലാലും കുഴപ്പമില്ല. മുളക് പൊടി തിന്നോ, ആർക്ക് നഷ്ടം? മുളക് ദോശ ഞാൻ മുളക് ദോശ കുടിച്ച ഒന്നല്ലെങ്കിൽ നിങ്ങൾ കല്ലേൽ അരച്ച് തരണം, അല്ലെങ്കിൽ ആ കേടായിരിക്കണം മിക്സി ശരിയാക്കി താ. അത് പറ്റൂല. അതിനിങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ഈ രീതിയിലൊന്നും ദ്രോഹിക്കരുത്. ഞാൻ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തല്ല. അതൊന്നും ശരിയാക്കി തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്പിളിക്കുട്ടന്റെ മിക്സി അവനോട് പറയാൻ. നീ കളിക്കരുത്. ഇച്ചിരി പഞ്ചസാര എടുത്തുള്ളൂ. പഞ്ചസാരയൊന്നുമില്ല. ഓ ഇല്ലെങ്കിൽ വേണ്ട. ഇത് കഴിച്ചിട്ട് വയറ് വിശക്കും. ഈ വർഷം എല്ലാം അവിടെ ഞാൻ കഴിച്ചിട്ട് എന്റെ വയറ് നീറിയിട്ട് ഞാനും പറയിക്കരുത് കേട്ടാ. എന്നാലും മിക്സി ശരിയാക്കി തരരുത്. ആ വെള്ളം പോണുണ്ട്. അത് മര്യാദക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലേ? ഓ ഈ കുന്ത അടയില്ലേ? അതിന്റെ അടിയില് അടയ്ക്കാൻ സൗകര്യമില്ല. പഞ്ചസാര എവിടെ ഇരിക്കണം? എവിടെ പഞ്ചസാര വെച്ചേക്കണേ? പഞ്ചസാര ഇരിക്കുന്നിടത്ത് തന്നെ ഉണ്ടാവും. ആ ഇനി നീ രണ്ട് പാമ്പ് വിഴുങ്ങി, തക്കളി ഓളം വിഴുങ്ങി. 34, 35 ടു 4 ടിങ്കിടിങ്ക 2 16 17 മൂന്നാകുമ്പോ ഞാൻ കളിക്കുന്നേ. ഇരിക്ക. ചായ വേണോ? 5 1 2 3 4 5 മിക്സി മേടിച്ചോ? ഇത് പഴയതല്ലേ? ഇത് കൊള്ളൂലല്ലോ. അവരുടെ സാധനല്ലേ, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പുതിയ മിക്സിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 5000 രൂപ. ഒരു 2-3 ആഴ്ചക്കകത്ത് സാധനം ഇവിടെ കിട്ടും. അതുവരെ എനിക്കിത് ഉപയോഗിക്കാമോ? അതുവരെ തൽക്കാലം ഇത് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു കൊടുത്തോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നേര്. നമുക്ക് എന്തിനാ വല്ല മിക്സി, അതും പഴയത്, ക്ലീറ്റോനെ പോലെ വലിയൊരാളുടെ വീട്ടില്. സത്യത്തിൽ എനിക്ക് ഇഷ്ടമൊന്നുമല്ല അവരുടെ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഉപയോഗിക്കണത്. ക്ലീറ്റ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഇനി ഒരു സാധനം ഞാൻ അവരുടെ നിന്ന് മേടിക്കൂല. താങ്ക് യു. ഇനിയെങ്കിലും വായിക്ക് രുചിയായിട്ട് കറി വെച്ച് കഴിക്കാലോ. ശ്രീമതി ഒന്നോട് നിന്നേ. നിനക്ക് ഏതാ കഴിക്കാൻ വേദന? ഈ കഴിക്കല്ലേ? ഇനിയിപ്പോ വേദനയുടെ ആവശ്യമില്ലല്ലോ. എടി ഈ മിക്സി നന്നാക്കാൻ വേണ്ടിയല്ലോ നീ കൈവേദന എന്നുള്ള അടവ് കാണിച്ചേ. ഇത് മനസ്സിലാക്കാനുള്ള ബോധമേ ഈ രാഷ്ട്രീയ ചാണകം ക്ലീറ്റോയ്ക്ക് ഉണ്ട് കേട്ടോ. അവിടെ നമ്പർ ഇറക്കുന്ന എന്നോട് കൊണ്ടുപോയി അണക്കി. എന്നോടാ കളി. നേതാവൊന്നവിടെ നിന്നേ. എന്താ? അതെ, മിക്സിയുടെ വയറ് കടിച്ചു മുറിച്ച എലി അങ്ങ് പാലായിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഹവീൽദാരുടെ മോള് തങ്കത്തിനുണ്ട്. കേട്ടല്ലോ മിസ്റ്റർ ചാണക്യൻ? ക്ലീറ്റോ